What's up, guys? Welcome back to my channel. അപ്പോൾ നീ എന്താ വെൽക്കം പറയാത്തത്? ഞാൻ പറയണ ഓക്കെ. What's up, guys? Welcome back. ഒരുമിച്ച് പറയണത്. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു our channel. ഓക്കെ. What's up, guys? Welcome back to our YouTube channel. And guess who's engaged? Welcome back to our channel എന്നാണ് ഞാൻ പറയുന്നത്. It's okay. It's a channel. He is excited, but ഞാൻ അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. അപ്പം റീസെന്റ് I got engaged. So Akhil is no more my boyfriend. Akhil is my fiance. But still a boyfriend. No. അതെന്താ fiance അല്ലേ? Fiance കേൾക്കാൻ സുഖമില്ല. എനിക്ക് നല്ല ഇഷ്ടം fiance. It's my fiance. എന്നെ വിളിക്കാത്ത ഹായ് ഫിയാൻസേ. എനിക്ക് അങ്ങനെ വിളിക്കാൻ ഇഷ്ടമില്ല. പൂജ പ്ലീസ് വിളിക്കാൻ ഇഷ്ടം. ഓക്കെ, ഇത്ര ക്രിഞ്ചാക്കണ്ടെന്നൊക്കെ. ഓക്കെ, സോ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 20 അന്ന് എനിക്ക് ഞാനൊരു 25-year-old വിമൻ ആയി മാറിയിരിക്കുകയാണ്. സിൽവർ ജൂബിലി ഞാൻ എൻ്റെ ആഘോഷിക്കാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ ബർത്ത്ഡേ ആൻഡ് മൈ പ്രപ്പോസൽ ഡേ, മൈ റിയാക്ഷൻ, വാട്ട് എവർ ഹാപ്പൻഡ്, എന്തൊക്കെ നടന്നതെന്നുള്ളത് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. അതുപോലെ മൈ ഗിഫ്റ്റ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത്രമാത്രം ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും കിട്ടണത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പം ഞാനത് ആഘോഷിക്കും. അത് ജഡ്ജ് ചെയ്യേണ്ടവർക്ക് ജഡ്ജ് ചെയ്യാം. ഐ ഡോണ്ട് കെയർ. ഓക്കെ. അപ്പം അഖിൽ പറയൂ, ഹൗ വാസ് ദി പ്രപ്പോസൽ ഡേ? അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തെ പ്ലാനിങ് ആയിരുന്നു. അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ 7 years ഇവളോടൊന്നും പറയാണ്ട് ഹൈഡ് ചെയ്യാണ്ട് ഒരു കാര്യം ചെയ്യണം സത്യം പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് വാസ് വെരി മച്ച് ഡിഫിക്കൽട്ട് ടു ഡു. അപ്പം പൂജാപ്പോടും പറഞ്ഞു ഇതായിരിക്കും ലാസ്റ്റത്തെ അടിപൊളി പരിപാടി, ഇത് കേട്ട് നമുക്ക് ചെയ്യാൻ പരിപാടി ചെയ്യാം. പക്ഷെ ഇത് അയ്യോ എളുപ്പമായിരുന്നില്ല. അതെ, ഒരു മിനിറ്റ്, ഇതിന് മുന്നേ ഒരു കാര്യം പറയാം. അഖിൽ എന്ന് പറയുന്ന പേഴ്സൺ ആക്ച്വലി ഇങ്ങനെയല്ല. അതായത് അവൻ ഭയങ്കര എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കും, ഭയങ്കര ജോവിയൽ പേഴ്സൺ ആണ്. പക്ഷെ അവൻ ഭയങ്കര ക്യാമറ കോൺഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ അഖിൽ ചേട്ടൻ ഇത്ര പൂജ മാത്രം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ പൊതുവെ എൻ്റെ വർക്ക് ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കണോണ്ട് എനിക്കിത് യൂസ്ഡ് ആണ്. പിന്നിൽ ശീലമുള്ളൂ. അപ്പൊ നിങ്ങൾ അത് നിങ്ങളൊന്ന് ബട്ട് അൺഅപ്പോളജറ്റിക്കലി ദാറ്റ്സ് അഖിൽ. സോ ബേസിക്കലി എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വെന്യൂ തന്നെയാണ്. നല്ല വെന്യൂ വേണം, എനിക്ക് പൂള് വേണം, ഒരു ലേക്ക് വേണം, എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിന് വരുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം വേണം. സോ ഇങ്ങനെ തപ്പിപ്പിടിച്ച് പോകുമ്പോൾ ലാസ്റ്റ് അടിപൊളി ഒരു സ്ഥലം എത്തി ഞാൻ, താങ്ക്സ് ടു ഹോസ്റ്റേഴ്സ്. പിന്നെ മെയിൻ സാധനം എന്താ, വെന്യൂ സെറ്റായില്ലേ, അടുത്തെന്താ ഡെക്കറേഷൻ. സോ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു വി ആർ ഫാൻ ഓഫ് മോഡേൺ ഫാമിലി ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്. മോഡേൺ ഫാമിലി എന്ന് പറയുന്നത് ഒരു സീരീസ് ആണ്. അത് ഡിസ്നി ഹോട്ട്സ്റ്റാറിലുണ്ട്. അതെ, ഡു വാച്ച് ഇറ്റ്. സോറി, ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. സോ ആ ഒരു മൂഡ്, അതായത് കൈൻഡ് ഓഫ് ലൈക്ക് എ വെഡിങ് ബട്ട് സ്റ്റിൽ ഒരു മിനിമലിസ്റ്റിക് വേർഷൻ ഓഫ് ദാറ്റ് ആണ്. മിനിമലിസ്റ്റ് ഒരിക്കലില്ല. പക്ഷേ എനിക്ക് എനിമയെ വന്നത് വെതർ ആയിരുന്നു ഗൈസ്. നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക്, മഴ പെയ്യോ കൊളാവോ. കാരണം അറിയാലോ ലൈറ്റ് ഡെക്കറേഷനും എല്ലാം കൊളാവും മഴ പെയ്തേനെ ആക്ച്വലി. ബട്ട് അത്ര മഴ പേടിച്ച കാരനാണ് സത്യം പറഞ്ഞാൽ ഇത്ര ചെറുതായിട്ട് ഒതുക്കിയത്. അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വാക്ക് വേ, ഫ്ലവേഴ്സ് ആൻഡ് പെറ്റൽസ് വിതറി ആൻഡ് ചെയർസ് ഒക്കെ ഇട്ടിരുന്ന് എല്ലാവരും സൂട്ടില് സെറ്റപ്പ് ആയിട്ടിരുന്ന് ആ ഒരു ലെവലായിരുന്നു ഉദ്ദേശിച്ചത്. നമുക്ക് വേണമെങ്കിൽ വെഡിങ്ങിന് ചെയ്യാം. വ്യത്യാസം വേണ്ടേ? സിമ്പിളാണ്. ലൈക്ക് നമ്മുടെ ഡെക്കോർ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൂമിനാറാണ്. ആൻഡ് ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഈ പ്രപ്പോസൽ വീഡിയോ ഇട്ടു, ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഇട്ടു. അപ്പൊ എല്ലാവരോട് ചോദിക്കുന്ന, ചേച്ചി ആരാണ് ഈ ഇത്രയും നല്ല ഡെക്കറേഷൻ ചെയ്തത്, ആരാണ് ഫോട്ടോഗ്രാഫി, എവിടെയാണ് വെന്യൂ? സോ ഓസ്റ്റേസ് എന്ന് പറയുന്ന അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഓസ്റ്റേസ് ആണ് ആക്ച്വലി നമുക്ക് വെന്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ആൻഡ് അഖിലിന്റെ ബർത്ത്ഡേയും ഓസ്റ്റേസിന്റെ വൺ ഓഫ് എ പ്രോപ്പർട്ടിയിലായിരുന്നു. ഡെക്കറേറ്റ് ചെയ്തത് ലൂമിനർ ഇവന്റ്സ് ആൻഡ് ഡിസൈൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി ചെയ്തത് വെഡ് ബ്രോസ് വെഡിങ് കമ്പനി, വെഡിങ് ആയിരുന്നു. സോ ഇവരെല്ലാവരും നമ്മുടെ കൂടെ അങ്ങനെ കട്ടക്ക് നിന്നു. അതായത് ഇപ്പൊ അഖിൽ വെതറിന്റെ ഇതൊക്കെ ഞാൻ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണം. അപ്പൊ അഖിൽ വെതറിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ആ വെതറിന്റെ കാര്യം അഖിൽ പറയുമ്പോൾ ആ വാക്ക് വേ സീറ്റിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ വെറുതെ ഒരു ചടങ്ങായിരിക്കും, ഇങ്ങനെ ആരും മഴയത്ത് ഇരിക്കില്ലല്ലോ. പക്ഷെ അവരെല്ലാത്തിനും ഓൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ അഖിലിന്റെ ബർത്ത്ഡേക്ക് അവരായിട്ട് വർക്ക് ചെയ്തോണ്ട്, ലൂമിനാനായിട്ട് വർക്ക് ചെയ്തോണ്ട് എനിക്ക് അറിയാൻ പറ്റും അടിപൊളിയാണെന്ന്. all of those people.
ആൻഡ് ഓൾസോ കമ്മിങ് ബാക്ക്. ഇപ്പൊ ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, പൂജയ്ക്ക് ഈ ഒരു പ്രപ്പോസൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ, അതെന്താ ഇതൊരു അഭിനയമാണോ നാടകമാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയാം, എനിക്ക് ഐ ഹാവ് നോ ഐഡിയ ഈ ഒരു സാധനം ഇവൻ ഇങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നു. കാരണം അതിന് റീസൺ വേറൊരു കാരണമുണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു റീസൺ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നില്ല ഇത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വീഡിയോ ആയിട്ട് പ്രപ്പോസലായിട്ട് ഇവൻ ചെയ്യുന്നുള്ളത് ഞാൻ ചിന്തിക്കണേ ഇല്ല. എൻ്റെ മൈൻഡിൽ അതായത് അഖിൽ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൾമോസ്റ്റ് ഒരു 2 months 3 months ബാക്ക് തൊട്ടിട്ട് അഖിൽ ഇതിന്റെ പിന്നാലെ മൈൻഡില് പിന്നെ പുറത്തു വന്നത് 1 month 1 month മുന്നേ. സോ ഇതിങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് പിന്നെ എനിക്ക് ഇങ്ങനത്തെ സർപ്രൈസുകൾ ഇഷ്ടമാണ്, പക്ഷെ എന്നാൽ എനിക്ക് സർപ്രൈസ് എടുക്കാനുള്ള കെൽപ്പില്ല. കാരണം എനിക്ക് അപ്പം എല്ലാ കാര്യം അറിയണം, അത് നിങ്ങൾക്ക് വ്ളോഗ് കണ്ടപ്പോൾ മനസ്സിലായിട്ടാവല്ലോ. അപ്പൊ ഞാൻ ഒരു മാസമൊക്കെ ആയപ്പോൾ അഖിൽ എന്ത് ചെയ്ത് നൈസായിട്ട് ഞാൻ പൊതുവേ ഇപ്പൊ നിങ്ങൾ പറയും ഫോണൊക്കെ ഒരാളുടെ പ്രൈവസി അല്ലേ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ പ്രൈവസി ഇൻ അവർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നോക്കും, അതിലൊന്നും ഞങ്ങൾക്ക് മറ്റേ ഇത് എൻ്റെ സ്റ്റഫ് നിന്റെ സ്റ്റഫ് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. വി ആർ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ പൊതുവെ ഇപ്പം എൻ്റെ പാസ്വേഡ് ഇപ്പം എൻ്റെ അനിയത്തിക്ക് അറിയും, വീട്ടിലെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അങ്ങനെ നോക്കുന്ന ആൾക്കാരല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ അഖിൽ നൈസായിട്ട് ഫോണൊക്കെ മാറ്റി വെക്കണം. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് എനിക്കറിയാം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്, എനിക്ക് സർപ്രൈസ് തരാനാണ്. പക്ഷെ എനിക്കിങ്ങനെ ഞാൻ യൂസ്ഡ് അല്ലല്ലോ ഇതല്ലോ. അപ്പം ഞാൻ എന്തിനാ അഖിൽ കിടക്ക മാറ്റിക്കണം, അത് പറ്റില്ല. അഖിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ ഉണ്ടാക്കും വെറുതെ. അപ്പൊ പാവം ലാസ്റ്റ് ഞാൻ പറഞ്ഞു, അതെ ഒരു കാര്യം പറയാണ്, റിക്വസ്റ്റ് ആണ്, എന്റെ ഫോൺ എടുത്ത് നോക്കരുത്, അത് ഇവൾക്ക് വേണ്ടിട്ടാന്ന് അറിഞ്ഞപ്പോ ഇവള് ചെയ്തില്ല. പിന്നെ അല്ലോണ്ട് നീ എന്ത് ചെയ്യണം നിന്റെ ഫോണും വെച്ച് അല്ല. പക്ഷെ സംഭവം അപ്പൊ എന്നിട്ടും ഇവൻ മറന്നു പോട്ടാ, അതായത് ഫോണൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പോകും. ഞാൻ എന്ത് വെച്ചാൽ നൈസായിട്ട് ഫോൺ എടുത്തിട്ട് ഓടിയിട്ട് റൂം അടക്കി റൂമിൽ പോയിട്ട് പക്ഷെ ഞാൻ തുറന്നു നോക്കില്ല. കാരണം എനിക്കറിയാം വാട്ട് എവർ ഹീസ് ഡൂയിങ് അവൻ എഫേർട്ട് ഉണ്ട്. അപ്പൊ അവന്റെ ഒരു മെയിൻ ഒരു വൗ ഫാക്ടർ അവനുള്ളത് എൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കും. സോ എനിക്ക് അത് ഓക്കെ, അത് അവൻ ഇത്രയും ചെയ്യണമെങ്കിൽ അവൻ ആ ഒരു സാധനം കൊടുക്കണ്ടേ എന്ന് വെച്ചിട്ട് ഞാനത് നോക്കിയില്ല. കാരണം എന്താ വെച്ചാലേ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു, ബ്രോഡ്കാസ്റ്റ് ചെയ്തൊക്കെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അവർക്ക് വാട്സപ്പിലാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഇൻഡിവിജ്വൽ ചാറ്റ് ആയിട്ട് പോലും ചാറ്റ് ആർക്കൈവ് ചെയ്തു അഖിലേ അതറിയില്ല. ചാറ്റ് ആർക്കൈവ് അപ്പോൾ മെയിനായിട്ട് ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. സോ ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ അയച്ചിട്ടുണ്ടായി, ഇതൊന്നും അവർക്ക് അറിയണില്ലല്ലോ. സോ എല്ലാവർക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവർക്ക് എവിടെയാണ് വെന്യൂ എപ്പോൾ എത്തേണ്ടേ, ഡ്രസ് കോഡ് ഇതാണ്, എന്തായിരിക്കും സംഭവം ചെയ്യാൻ പോണ പ്ലാൻസ് ഒക്കെ അവരോട് കൂടി പറയണ്ട. കാരണം അവരും പ്രിപ്പയർഡ് ആവണ്ടേ കുറച്ചൊക്കെ. സോ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം വാട്സപ്പിലൂടെ ചെയ്തിരുന്നു. അപ്പോൾ ഡെക്കോർ ടീം മാത്രമല്ല, അത് നിനക്ക് ഹോസ്റ്റേഴ്സ് വരെ എന്നോട് പറയും, ചേട്ടാ ഡിലീറ്റ് ചെയ്തോട്ടോ, ചരി ഡിലീറ്റ് കാണണ്ടാർക്ക്. അങ്ങനെ ഞാൻ അഖില് നാട്ടിൽ പോകാൻ വേണ്ടിട്ട് കാറിലിരിക്കുകയാണ്. അപ്പൊ ഈ റിങ് അവൻ എന്താ പറയുക തപ്പുള്ളൂ വെബ്സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ഈ അവർ ചിലപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വരുമ്പോൾ അവർ വെറുതെ എൻക്വയറിക്ക് വിളിക്കും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കാറിൽ പോകണ നേരത്ത് കാറ്റ്ലൈൻ അങ്ങനെ എന്തോ ഒരു സാധനം വിളി. അപ്പോൾ ഞാൻ ഈ കാറ്റ്ലൈൻ ആരാ, കാരണം കാറിൽ നമ്മൾ മറ്റേ ഇതിലാണല്ലോ വരിക, സ്ക്രീനിൽ വരുമല്ലോ. ഇതാരാ അഖില് വണ്ടി ഓടിക്കുമ്പോൾ അഖില് സ്റ്റീവ് അഖിലിങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവരെന്തിനും എപ്പോഴാണ് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല, അവരെന്തോ ചോദിച്ചു. അപ്പോൾ ഞാനെന്തോ ഒരു കൗണ്ടർ അടിച്ചു, അത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ അഖിൽ വിട്ട്. ഇതെനിക്ക് പൊതുവേ എനിക്കറിയാം, ബിഗ് ബോസ് കണ്ടവരൊക്കെ അറിയാം, എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ പേര് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു, അന്ന് ഇപ്പോൾ ആക്ച്വലി വിളിച്ചത് അവരാണല്ലേ എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഇവൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ തന്നെ ഇരിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണൊക്കെ അവിടെയൊക്കെ വെക്കും. ഒരു പ്രാവശ്യം ഞാനും സുമിത്ത് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കണം നേരത്തെ. അപ്പോൾ സുമിത്ത് എന്തോ ഫോണിലിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുമിത്ത് വൈദവേ എന്താ പറയുക ബീഹാർ ഒരു പേഴ്സൺ ആണ്. സോ ഹിന്ദി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് അഖിലിൻ്റെ ഒരു മെസ്സേജ് എന്നിട്ട് എല്ലാവരും വരെ ഞാൻ വായിച്ചു. പെട്ടെന്ന് ഇങ്ങനെ വരുമല്ലോ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു നമ്മളൊരു ഫ്ലാറ്റിലല്ലേ നിൽക്കണേ. അപ്പോൾ ഇവൻ ഫ്ലാറ്റിനൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലും ബില്ല് വരികയാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ അതായിരിക്കും. അപ്പോൾ ഞാൻ ഇവരെന്താ മലയാളത്തിലേക്ക് സുമിത്ത് ഞാൻ പറഞ്ഞു സുമിത്ത് ആൽ റെഡി ടു യു എന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കി, അതിൽ വരുമല്ലോ നമ്മുടെ ഗ്രൂപ്പാണ്. അപ്പം അതിൽ വന്നിട്ടില്ല. അപ്പം സുമിത്ത് നൈസായിട്ട് ബ്ലഷ് എന്നൊക്കെ ചിരിച്ച് ഓക്കെ ഇവിടെ വേണം എന്നിട്ട്
സംഭവം ഞാൻ എപ്പോഴും പറയണതല്ല, ഞാൻ വിചാരിച്ചു അഖിൽ എന്റെ അത്ര അടിപൊളിയായിട്ട് അഖിലിനങ്ങ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത സെൻസിലേക്ക് ഇവര് പൊതുവെ അഖിൽ എന്ന് പറഞ്ഞ ഒരാള് എന്താ പറയാ ഇപ്പൊ ഞാൻ ഈ വ്ളോഗ് കണ്ടപ്പോ തന്നെ ഞാനെല്ലാം ശ്രദ്ധിച്ചു ഇവരായിട്ട് തന്നെ ഓർന്നെടുക്കാം, കേക്കിന്റെ ആള്, ജനറേറ്ററിന്റെ ആള്, ബുക്ക് എന്നിട്ട് ഞാൻ ശിവനോട് പറഞ്ഞു എന്ത് ചെയ്യണ്ടെങ്കിലും പൂജ എങ്ങനെ എനിക്ക് ചിന്തിക്കാൻ വേണ്ടി ചെയ്യണം. ഓക്കെ, സോ മെയിൻ റീസൺ വൈ പൂജ ഇത് ആലോചിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ റീസൺ എനിക്ക് പറയാൻ പറ്റില്ല, അത് വേറെ റീസൺ ആണ്. ആ റീസൺ അത് ഉള്ളതോട് അത് വരെയുള്ള വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ആ റീസൺ അവിടെ നിൽക്കേ. പിന്നെ ഞാൻ കാണുന്ന ഒരു സംഭവം, ഞാൻ പ്രപ്പോസൽ വീഡിയോക്ക് ഇഷ്ടംപോലെ ആൾക്കാരുടെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സോ അവരൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഇവർ ആദ്യം ഫാമിലിയോട് പോയിട്ട് സംസാരിക്കും. അപ്പോൾ അച്ഛനമ്മ ദിസ് ഇസ് ദ റിങ്, സോ നിങ്ങൾ. അപ്പോൾ എൻ്റെ അറിവിൽ നമ്മൾ ഒരുമിച്ചാണ് നാട്ടിൽ പോവുക. ഇവരെന്റെ അച്ഛനമ്മേനെ ഇവ കണ്ടിട്ടില്ല, പക്ഷെ ഇതൊന്നും ഞാൻ അറിയില്ല, അതൊന്നും ഇവ വ്ളോഗ് എടുത്തിട്ടില്ല. അതാണ് ഇവളുടെ വീട്ടുകാരുടെ റിങ് കാണിച്ച് എന്റെ വീട്ടുകാർക്ക് റിങ് കാണിച്ച് എല്ലാരും കാണിച്ചിട്ടാണ് ഇവള് കാണുന്നത്. അപ്പോൾ ഇതിന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവർ സംസാരിച്ചു. അപ്പൊ ഇതൊന്നും ഞാൻ അറിയില്ല. എൻ്റെ അമ്മയൊക്കെയാണ് അങ്ങനെ അഭിനയം, വേറെ അഭിനയം. ഓക്കെ, സോ ഇതൊക്കെ നടക്കവേ പിന്നെ ബർത്ത്ഡേ വന്നപ്പോൾ ഐ തോട്ട് ലൈക്ക് ഓക്കെ ഡെക്കറേഷൻ ഉണ്ടാവും, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, പിന്നെ ഒരു ഏതൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല അഖിൽ. എന്നിട്ട് പക്ഷെ ഇടയ്ക്ക് അഖിലൊരു ഡൗട്ടൊക്കെ വരുമ്പോൾ അഖിൽ ഇങ്ങനെ ചോദിക്കും ഫുഡ് നിനക്ക് എന്തായിരിക്കും വേണ്ടി വരിക, അതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഫുഡ് ബിരിയാണി പറഞ്ഞത് നമ്മൾ ഈസി അല്ലേ, റൈസും ചിക്കനും ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ അങ്ങനെ പറഞ്ഞു. അതൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ ഓക്കെ, വാട്ട് ഐ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെക്കറേഷൻ ഉണ്ടാവുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഇവൻ്റെ ഗിഫ്റ്റ്. ഓക്കെ, സോ കമ്മിങ് ടു ദ ഗിഫ്റ്റ്, ഞാൻ സത്യം പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഗിഫ്റ്റ് ഡൈസൻ്റെ മറ്റേ ഹെയർ കേളറും ആ സാധനമൊക്കെ ഹോട്ട് എയർ ബ്രഷ് അല്ല ഡ്രയർ, അങ്ങനത്തെ ഒരു സാധനങ്ങൾ, അതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞങ്ങളിങ്ങനെ മുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഡൈസൺ ആ ഏരിയക്ക് വരും, ഞാൻ അങ്ങനെ ഡൈസണിലൊക്കെ ഇങ്ങനെ തൊടും, നമ്മൾ ബുക്ക് ചെയ്ത് ഡൈസൺ എത്രയാണ് നോക്കുമ്പോൾ 47,000 രൂപ ഇട്ട സ്ഥലത്ത്. സോ 40 എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡൈസന് പോകും. അപ്പോൾ കാരണം അഖിൽ PS5 വേണമെന്ന് അഖിൽ ഇടയ്ക്ക് എനിക്ക് ടിപ്പ് തരും, പക്ഷെ വാങ്ങി കൊടുക്കില്ല കാരണം അഖിൽ ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കണം. പിന്നെ അപ്പോൾ ഞാൻ അതാന്ന് വിചാരിച്ചത്. എന്നിട്ട് അഖിൽ ഈ ഇവന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് തരുന്നതാണോ നീ വിചാരിച്ചത്? ഓക്കെ, അപ്പൊ ഞാൻ എന്റെ മനസ്സിലായി. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇവിടെ എന്റെ അനീതി അഖിലൊക്കെ വൻ ഗൂഢാലോചനയും ഇവരടക്കം മറ്റേ ഈ ബാൽക്കണി പോയിട്ട് റൂമിന് അവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ അപ്പൊ എനിക്കിത് ഇഷ്ടമില്ല, ഞാനല്ലേ എനിക്ക് എല്ലാത്തിലും പാർട്ടാവണം, അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഇത് എന്തെങ്കിലും. പക്ഷെ ഈ പ്രപ്പോസൽ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സോട്ടിക്കിൽ പോയി. നമ്മുടെ എവിടെയാണ് മറ്റേ എടപ്പള്ളി ആ റൂട്ടിലുള്ള സലൂണിൽ പോയപ്പം അവിടെ ഞാൻ ഹെയർ ചെയ്ത് കുറച്ച് നേരം സമയം എടുക്കണമല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മൾ പെഡിക്യൂറോ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി ഇരിക്കുമ്പോൾ അപ്പോൾ അഖിൽ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അഖിലപ്പോൾ ഫോണിങ്ങനെ നോക്കി അന്ന് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അഖിൽ ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞ് പോയിട്ട് 4-5 മണിക്കൂർ കേട്ടത്. അന്നാണ് റിങ് മേടിച്ചത്. അപ്പൊ ഞാനല്ല പൊതുവേ ഒരാൾ ഫുഡ് ഒന്നാമത് എടപ്പള്ളി ഇഷ്ടം പോലെ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് നമ്മുടെ ഈ ആ ഷോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വേറെ കടയുണ്ട്. അപ്പോൾ ഇവൻ ഇവിടെ പോയി എന്ത് പോയി പിന്നെ എനിക്ക് കോളൊന്നുമില്ല. പൊതുവേ ഞാൻ ആ വ്ളോഗിൽ പൊതുവേ അഖിൽ എന്ന് പറയുന്ന വ്യക്തി പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 പ്രാവശ്യം വിളിക്കും. അതിൻ്റെ പേരിൽ എനിക്ക് ദേഷ്യം വരാറുണ്ട്. അത് എന്നിട്ട് ഇവൻ പുറത്ത് കഴിഞ്ഞ് ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാകില്ല എന്ന് പറയും. കാരണം 100 പ്രാവശ്യം വിളിക്കും, ബേബി അത് വേണം, അവനത് വാങ്ങണം, ഇനി എന്തെങ്കിലും വാങ്ങാൻ പോയാൽ ഏത് പരിപ്പാ തുവരപ്പ്, ഏത് പരിപ്പൊന്നും ഇപ്പോഴും അറിയില്ല ഏതാന്ന്. ഇപ്പം ഇതിങ്ങനെ 50 പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കും. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പൊതുവേ എൻ്റെ ഒരു ടെൻഷൻ അഖിൽ ഞാനില്ലാതെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ. ദാറ്റ്സ് ഹൗ മൈ ഓവർ തിങ്കിങ് മൈൻഡ് വർക്ക്സ്. അപ്പോൾ ണെങ്കിൽ ഇതെന്താണ് എവിടെയാണത് അങ്ങനെ 5-6 മണിക്കൂർ അടിച്ചൊക്കെ വരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഫോണിൽ ചൂട് അത് എനിക്ക് വിശക്കുന്നുണ്ട്, കാരണം ഞാനും കഴിച്ചിട്ടില്ല. അപ്പോൾ അവരോട് എന്തെങ്കിലും മേടിച്ചോണ്ടായിരുന്നു എനിക്ക് വിശക്കുന്നുണ്ട്, ഇത് എന്താണ് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞു. നീ പറഞ്ഞു നിന്റെ POVയിൽ അപ്പം എന്താണ് റിങ് വാങ്ങാൻ പോയ ദിവസം തന്നെ കൊച്ചി ട്രാഫിക് കാരണം നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിട്ട് എനിക്ക് തലപോകാം. കാരണം എടപ്പള്ളിയിൽ നിന്ന് പോയിട്ട് നമുക്ക് MG റോഡ് എത്തണം. ഇത് MG റോഡ് എത്തണമെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ എത്ര ടൈം എടുക്കും കൊച്ചി ട്രാഫിക്കിൽ. അതിൻ്റെ ഇടയിൽ എനിക്ക് മോതിരം മേടിക്കണം, അതിൻ്റെ ഇടയിൽ ഫുഡ് മേടിക്കണം, ഇവൾക്ക് വിശക്കുണ്ട്, എല്ലാം കൂടി എന്നിട്ട് പാവം കഴിക്കാണ്ട് വന്നു കേട്ടോ. അതാണ് എനിക്ക്. കാരണം ഇത്രയും ഓടി നടന്ന് 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിങ് വാങ്ങാൻ പോയതാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഗേൾഫ്രണ്ട് ആയേനെ.
സംഭവം എന്താ പറഞ്ഞെന്താ വെച്ചാലേ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് ഇവർക്ക് ഫുഡ് കഴിച്ചില്ല. എന്നിട്ട് എനിക്ക് മാത്രം ഫുഡ് വാങ്ങിയിട്ട് കൊണ്ടുവന്നേക്കണെന്ന് പറഞ്ഞു. ഇനി ഞാൻ കഴിച്ചിട്ട് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇത്ര നേരം എന്താ ചെയ്യണേ? അപ്പൊ അഖിൽ നുണ പറയാൻ പറ്റൂല. അപ്പൊ അഖിലിങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അഖിൽ എന്താണ് എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു ചേട്ടൻ വിളിച്ചത് എനിക്ക് ചേട്ടന് ഗിഫ്റ്റ് വാങ്ങിത്തേ. അപ്പൊ ഇത് ഏതാണാ നല്ലതൊന്ന് വാട്സപ്പ് നോക്കുമോ അങ്ങനെ എന്തോ പറയാനാണ് വിളിച്ചത്. അപ്പൊ ചേട്ടൻ വിളിച്ചു കയറിയിട്ട് അപ്പൊ ഞാൻ ആരെ വിളിച്ചേ? ചേട്ടൻ വിളിച്ചു. അപ്പൊ ഞാൻ എന്തിനു വിളിച്ചേ? നാട്ടിൽ വരണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതെന്ന്. അതായത് ഇവർ ലിറ്ററലി ഫോൺ എടുത്തിട്ട് ശരി എന്റെ ഫോൺ നാട്ടിൽ വരുന്നുണ്ടോന്ന് ഒരാൾ വിളിച്ചു വെച്ചാൽ ശരി വെക്കും. നോണ പറയാൻ പഠിക്കുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ കളിയാക്കി. അപ്പൊ അന്നാ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് ആ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മാമിന്റെ ബർത്ത്ഡേ എന്നോ നോക്കി. ഞാൻ പറഞ്ഞു ജൂലൈ 20 ആണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഈ ചെറുക്കൻ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു മേ ബി ഹി വിൽ പ്രപ്പോസ് യു ദാറ്റ് ഡേ. തൊട്ടപ്പുറത്ത് ഫോൺ നോക്കിയിരിക്കും ഞാൻ മൈൻഡ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഞാൻ അപ്പോൾ എന്റെ മനസ്സിൽ വിചാരിച്ചില്ല ബിക്കോസ് ഐ ഹാവ് എ റീസൺ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ആവും. പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല, പിന്നീട് നിങ്ങൾ പറയാം. പക്ഷേ ഞാൻ ടു ബി ഫ്രാങ്ക് എന്റെ മനസ്സിൽ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇവൾക്ക് ഒരു ഊഹം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞ. കാരണം ഇവൾക്ക് പ്രപ്പോസലും ഇതേപോലത്തെ ഡെക്കോറും ആൾക്കാരും ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ ഭയങ്കര സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പുള്ളിക്കാരിയാണ്. സോ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ സീരിയസ്ലി ഞാൻ വിചാരിച്ചിരുന്ന പൂജയ്ക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവള് പുറത്ത് കാണിക്കാണ്ട് നിൽക്കുകയാണ് എന്റെ സന്തോഷത്തിന് വേണ്ടി. സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതെ, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇവൾക്ക് തന്നെ അറിയണ്ട. അതാണ് ഓണസ്റ്റ് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. സോ അത് ആക്ച്വലി വാസ് ക്വൈറ്റ് സർപ്രൈസിങ് ടു മീ. അത് കഴിഞ്ഞ് പിന്നെ ബർത്ത്ഡേയുടെ ആ സമയമൊക്കെ ആയി. അപ്പോൾ പിന്നെ എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ആ വെന്യൂവിൽ നിങ്ങൾ ആരൊക്കെ കണ്ടോ ദേ ഓൾ ആർ ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് അതിൽ ഇനി 2-3 പേര് വരാതുണ്ട്. ബിക്കോസ് അവർക്ക് കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസും പിന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ജോ, അതുപോലെ സുജിത്ത്, പിന്നെ ആനന്ദു മരിയ, രോഹിത്, പിന്നെ അതിനിയൊക്കെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് പേര് അവിടെ കുറച്ച് കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. ബട്ട് ഐ മിസ് ദം ആ വെന്യൂല്, സോറി ആ ഒരു ഇവന്റില്. അമലിന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ സെയിം ഡേ ആണ്. അതുകൊണ്ടാണ് അമല് എന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതില്ല, ഓക്കെ, ബർത്ത്ഡേക്ക് പോകാറില്ല. അപ്പോൾ എല്ലാവരും ആ സ്ഥലത്തേക്ക് വന്നു. അതും ഡ്രസ് കോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇട്ടു കേട്ടോ. അയ്യോ അത് ഭയങ്കര സർപ്രൈസ്. പറഞ്ഞ വരാതെ വൈശാഖ് മാത്രമായിരുന്നു, അവനിക്ക് വേറെ ഡ്രസ് വൈറ്റ് ഇല്ല അത്ര. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് ഞാൻ ആ വെന്യൂവിലെത്തിയത് പിന്നെ ആ റിയാക്ഷനൊക്കെ നിങ്ങൾ കണ്ടല്ലേ, അതായത് കണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നു. എനിക്കാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് പൊതുവെ ആ സ്ഥലം ഏതാണെന്നറിയും, നമുക്ക് വഴി ഏതാണെന്നറിയും, എങ്കിൽ എത്ര സമയമുണ്ട് അവിടെ എത്താമെന്നറിയും. ഇതൊന്നും അറിയാണ്ട് എന്നാൽ നമുക്ക് പരിചയമുള്ള റോഡ് പോലും അല്ല, അത് ഏതോ ഒരു സ്ഥലത്തുള്ള റോഡ്. അപ്പം ഞാൻ ഇതൊക്കെ ആദ്യം എങ്ങോട്ട് പോകണം. പിന്നെ പൊതുവേ എൻ്റെ അനിയത്തിക്ക് ലെഫ്റ്റ് റൈറ്റ് പറയാൻ അറിയില്ല. സോറി, ഇത് ലെഫ്റ്റ് റൈറ്റ് പറയാൻ അവൾക്ക് അറിയില്ല. എന്നിട്ട് അവൾക്ക് ഭാഷ അറിയാത്ത ഒരാളും ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യുക. അപ്പം ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആക്കിയിട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കണ്ണ് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത് കുറച്ച് നേരങ്ങളിൽ പിന്നെ 2-3 മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ സുമിത്രോട് ചോദിക്കട്ടെ, സുമിത്ത് അയ്യോ ദേറെന്ന് ഞാൻ ചോദിക്കേണ്ടത്, കാരണം എനിക്ക് ആരെന്താണെന്ന് അറിയണില്ലല്ലോ. പിന്നെ നിങ്ങൾ പിന്നെ പൊതുവെ നമുക്ക് ഡെക്കറേഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞാലും വേറെ കാര്യം പറഞ്ഞു. അതായത് ഞാൻ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോ തന്നെ പ്രപ്പോസ് ചെയ്യാം. കാരണം ഞാൻ എല്ലാവരോടും ഫസ്റ്റ് നിങ്ങളെ വില്യു മാരിനി ബോർഡ് ഉണ്ടോ, പക്ഷെ അത് ആക്ച്വലി അവൻ മാറ്റി. അത് പിന്നെ ഇതൊക്കെ ആക്ച്വലി എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ബോയ്സ് പ്രപ്പോസ് യുവർ ഗേൾസ്. അപ്പോൾ അഖിലെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഓൾദോ യു കാൻ മാച്ച് അഖിൽസ്. അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ പ്രപ്പോസ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും 5 മണിക്ക് എത്താൻ പറഞ്ഞേ. പക്ഷേ ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാരണം എല്ലാവരും ലേറ്റായി എത്താൻ. സോ ഞാൻ വിചാരിച്ചു, അപ്പോൾ ആദ്യമേ വില്യു മാരിനി ബോർഡൊക്കെ തൂക്കിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ജിതാണ് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവന്റിന്റെ. സോ ഞാൻ അഞ്ജിതോട് പറഞ്ഞു, അഞ്ജിത വില്യു മാരിനി നമുക്ക് ഇപ്പോൾ തൽക്കാലം വായിച്ച് മാറ്റാം, അത് ഫിറ്റ് ചെയ്യാൻ 10 മിനിറ്റിൽ എടുക്കുള്ളൂ, നമുക്ക് കേക്ക് കട്ടിങ് ടൈമിൽ അതിന് മുന്നേ നമുക്ക് ഫിറ്റ് ചെയ്യാം. കാരണം ആ ഒരു എത്തിയിട്ടിലേക്ക് എല്ലാവരും വേണമെന്നുണ്ടായിരുന്നു അവിടെ. അത് മാത്രമല്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഇവള് വരുമ്പോൾ തന്നെ ഇവിടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ സർപ്രൈസിങ് ബൊക്കെയൊക്കെ കാണിച്ചിട്ട് എല്ലാം കാണിപ്പോൾ വിളിക്ക് വിളി വിചാരിക്കും ഇത്ര ഉള്ളൂ, ഗിഫ്റ്റ് ഒന്നുമില്ല. അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ചിന്തിക്കാം. അപ്പോൾ
ആ ഒരു എക്സ്പെക്ടേഷൻ അതിങ്ങനെ അതായത് ആ ഒരു എന്താ പറയാ ഗ്രാഫ് ഇങ്ങനെ 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 ഉയർന്നു വരായിരുന്നു. ആക്ച്വലി ആ പ്ലാൻ മാറിയത് അടിപൊളിയായിരുന്നു. ആക്ച്വലി വരുമ്പോ തന്നെ ചെയ്യണം, ഞാൻ വരുമ്പോ തന്നെ പിന്നെ കേക്ക് മുറിക്കാൻ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഇവന്റില് വാട്ട് എവർ ഹാപ്പൻ ഇറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ്. ആൻഡ് അതെല്ലാം എനിക്ക് വേണ്ട പോലത്തെ കാര്യങ്ങളായിരുന്നു. അതായത് ആ വെതർ ഈവൻ ദോ നല്ല മഴയുള്ള ടൈം ആണെങ്കിലും എനിക്ക് ഭയങ്കര കുഞ്ഞ പൊടിയണ മഴ, നല്ല തണുപ്പ്, അങ്ങനെ ഫുൾ റെയിൻ ആവരുത്, അങ്ങനത്തെ വെതറായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫയർ വർക്ക്സ് ഇഷ്ടമാണ്. സോ ഫയർ വർക്ക്സ് നമ്മൾ പൊട്ടിച്ചോണ്ട് പോലീസുകാർ വന്നു. അയ്യോ അത് പോലീസ് വന്നു എന്റെ ബർത്ത്ഡേക്ക്. അതൊരു അതായത് ഫയർ വർക്ക്സ് നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ട് സാർ, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ എഴുതിട്ട് അവര് പോയി. പാവങ്ങള് അത്ര ഡ്യൂട്ടി ചെയ്യണമെന്ന് മാത്രം വന്നിട്ട് മനസ്സിലാക്കിട്ട് പോയി. പിന്നെ 10 മണിക്ക് ശേഷം നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. 10 മണി വരെയാണ് സൗണ്ട് പാടുള്ളൂ. പിന്നെ ഞങ്ങൾ പൂളിലായിരുന്നു, അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോ എന്താ പറയാ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയപ്പോ എനിക്കറിയാമല്ലോ ഡെക്കറേഷൻ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും എനിക്കറിയെങ്കിലും പൊതുവേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത്രയും നേരം കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ കാണുന്ന ഡ്യൂറേഷൻ മാത്രമല്ല ഞാൻ കണ്ണടച്ചിരിക്കണത്. ഞാൻ ഒരു അത്യാവശ്യം ഒരു വഴി വരെ ഞാൻ കണ്ണ് മറ്റേ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഇച്ചിരി ആൾക്കാർ പെട്ടെന്ന് എല്ലാവരും cheer ചെയ്യണു, ഇത്ര ലൈറ്റ് പെട്ടെന്ന് എന്റെ കണ്ണിക്ക് കയറുന്നു. എന്നിട്ട് കുറെ പേര് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നെ കാണുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു ഓവർവെൽമിങ് ഫീലിംഗ് വന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് പൊക്കെ കൊടുത്തു തന്നു. ഇതിപ്പോൾ ഞാൻ സൂക്ഷിച്ചു ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ, ഇത് പ്രിസർവ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ആലോചിച്ച് നോക്കി ഇനി കല്യാണം വരുമ്പോ കല്യാണ കാറിലൂടെ ഞാൻ പ്രിസർവ് ചെയ്യണം. പെൻഡന്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇത് നല്ല രസത്തിൽ ഇരിക്കുന്നുണ്ട്. റോസ് ഫാക്ടറി, ഐ എം സോ ഹാപ്പി. സ്റ്റിൽ ഇത് നല്ല സ്റ്റിൽ ഇൻടാക്ട് ഇത് ഈ സംഭവം. പക്ഷെ എനിക്ക് ഈ സാധനം ഇതൊന്നും അഴിക്കണോ, എനിക്ക് ഇത് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഞാനിത് ഇവിടെ ഡെക്കറേഷൻ ആയിട്ടൊക്കെ ഇവിടെ തൂക്കിയിട്ട് ഇതിപ്പോ ഈ വീഡിയോന് വേണ്ടി മാത്രം ഞാൻ എടുത്തോണ്ടാണ്. സോ താങ്ക് യു റോസ് ഫാക്ടറി. ഐ ലവ് യു ബേബി. ഓക്കെ, ഇതെന്തിപ്പോ അല്ലെങ്കിൽ ലിപ്പിലാണല്ലോ ഫുള്ളുമ്മ. ആൾക്കാരുടെ പൂജ ഫുള്ള് ഏപ്പടാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്ക് ഈ ബുക്കി കൊണ്ടുവന്നു. എനിക്ക് പൊതുവേ ഞാൻ അഖിലടുത്ത് എപ്പോഴും കളിക്കുന്നത് ഈ ഒരു റോട്ടുന്ന ഒരു മൂക്കുറ്റെങ്കിലും പറിച്ചെന്നുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ അഖിലെല്ലാം വാങ്ങിക്കും, ചോക്ലേറ്റ് ഐസ്ക്രീം അതൊക്കെ. പക്ഷെ ഇടയ്ക്ക് നമ്മൾ എന്ത് കിട്ടിയാലും ഇറ്റ്സ് നോട്ട് ഇനഫ്, നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും. പിന്നെ ആ വെന്യൂലുണ്ടായിരുന്ന മൈ പീപ്പിൾ എല്ലാവരും എനിക്ക് വേണ്ടി ഈവൻ ദോ ഞാൻ സത്യം പറഞ്ഞ അന്ന ദിവസം നടന്ന ഒരു കാര്യം എൻ്റെ മൈൻഡിൽ പ്രോസസ് സ്റ്റിൽ അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെയുള്ള ഒരു ഐഡിയ എനിക്ക്. കാരണം ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം കേക്ക് കട്ട് ചെയ്യണേറ്റ് മുന്നേ അപ്പൊ അതൊരു ഡൗട്ടാണ് ആൾക്കാർക്ക്. അതായത് ഓൾറെഡി വെന്യൂ ഇതൊക്കെ കണ്ടുല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിച്ചല്ലോ എന്നൊക്കെ ഉള്ള. നമ്മൾ ആ സൈഡിൽ ഒരു ഡൈനിങ് ഹാളോ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അത് ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ഹ്യൂജ് സ്പേസ് ആണ്. അപ്പോൾ ആ സൈഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ ഫുഡ് കാര്യങ്ങൾ പിന്നെ വെറുതെ വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൈഡിൽ പോയി. അപ്പം എല്ലാവരും അവിടെ നിന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് അഖിൽ വന്നിട്ട്, അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കുക, അപ്പം അഖിൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു പൂജാപ്പി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എനിക്ക് വേണ്ടി. ഞാൻ എന്താ ഒരു ദൈവം ചെയ്തിട്ട് അവിടേക്ക് നോക്കല്ലേ, കാരണം ആ വില്യു മാരിമി വീണ്ടും തൂക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ശരി, ഞാൻ അതുവരെ അവിടെ നോക്കണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി കണ്ടൊരു സാധനം പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അതുവരെ അവിടെ നോക്കണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ പറയാൻ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇവന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കണം, ഞാൻ ഇളക്കരുത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയിരിക്കുന്നത് ഇത്ര ഒരു കേക്ക് വയ്ക്കാനാണ് ഇത്ര വലിയൊരു ഇത് എന്നൊക്കെ പറയാം. അപ്പൊ ബട്ട് സ്റ്റിൽ അതൊരു സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുക അത്രയും നേരം. എന്നിട്ട് ഇവനാണെങ്കിൽ അപ്പൊ ഇവൻ ആ വെന്യൂൻ്റെ അവിടുത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പിന്നെ ആ ഡെക്കറേഷൻ കാര്യങ്ങൾ. എന്നിട്ട് ഇവൻ അവിടെ എല്ലാവരും അങ്ങോട്ട് പോകും, അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. മീൻസ് ഞാൻ കണ്ടു അവിടെ പോയി എല്ലാവരും ആ സൈഡിൽ നിൽക്കാതെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അഖിൽ പറഞ്ഞു മതി ഇനി വായി എണീക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി. അപ്പൊ ആ എണീക്കുന്ന പാടെ എൻ്റെ കണ്ണ് ഇവൻ പൊത്തിയതാ. അപ്പൊ ആ വില്യു മാരിമി ബോർഡ് ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ പിന്നെ എന്താ പറയുക, ഇവനും ആ ഒരു ആൻസൈറ്റി ഉണ്ടല്ലോ. ഇത് കാര്യം ഇത്രയും ഒരു മാസം 2-3 മാസമായിട്ട് ഈ ഒരു പരിപാടിയിട്ട് പിന്നാലെ നടന്നിട്ട് ആൻഡ് ദിസ് ഇസ് ദ മൊമെന്റ് he going to propose. Oh my god, അങ്ങനെ. അപ്പൊ ഇവരെന്നെ കണ്ണു പൊത്തിയിട്ട് കൊണ്ടുവന്നാൽ ഇവൻ ഓടാ ഇവന് ഞാൻ കണ്ടിട്ടിരിക്കണേ. അത് ഇവന്റെ ഒരു വെള്ളപ്പാൻറ് ഞാൻ വാങ്ങിയിട്ട് അതുകൊണ്ട് കളയേണ്ടി വരുമ്പോ അത് അങ്ങനെ ചളിയുണ്ട് ആ വെള്ളപ്പാൻറ്. എന്നിട്ട് കണ്ണ് പൊത്തിട്ട് അപ്പൊ ഇവങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ നമ്മൾ കണ്ണ് കെട്ടിയ ആൾക്കാർക്ക് മെല്ലെ നടക്കാനേ പേടിയാ. അപ്പോൾ ഇവരെ അങ്ങനെ എനിക്ക് കാണാനില്ല. അപ്പോഴേക്കും എൻ്റെ സൈഡിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനീത്തി ഉണ്ടായിരുന്നു, അവള് കൈ പിടിച്ചിട്ടുണ്ട് അവിടെ ഇതിന് കയറ്റി. അത് കഴിഞ്ഞിട്ട് കണ്ണിങ്ങനെ തുറന്നപ്പോൾ ഞാൻ വീണ്ടും
എക്സ്ട്രാ കുറച്ച് പേര് വന്നു. മീൻസ് നമ്മള് സൂര്യ, ഷൈൻ ചേട്ടന്, പിന്നെ ആഷിക്ക് ആ സമയത്ത് എത്തിയിരുന്നില്ല, വൈശാഖ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, പിങ്കൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് ആകെ കൂടെ ഞാൻ അവിടെ നിന്ന് കണ്ടത് സൂര്യന്, ആഷിക്ക് മാത്രമാണ് വരാൻ ലേറ്റ് ആയത്. അപ്പോൾ സൂര്യയും ഷൈൻചാടും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കാം, ഓക്കെ വാട്ട് എവർ ലെറ്റ് പ്ലേ അലോങ് വിത്ത് എന്നുള്ള രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിലാണ്, ഇവൻ ചിടയാൻ നോക്കില്ല. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ കണ്ടത് നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ ചാടിയോട് ഹാപ്പി ബർത്ത്ഡേ ചാടറ നേരത്തെ അച്ഛത്തിരിക്കൽ തന്നെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് വലിയ വാരിമിയാണ് ഇത് ബർത്ത്ഡേ ആണോ പ്രപ്പോസലാണോ എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായില്ല. എന്നിട്ട് പെട്ടെന്ന് ഇവനിരിക്കുന്നു, അവിടെ ഈ ഫയർ വർക്ക്സ് ഈ സാധനം വരുന്നു, മേലെ അത് പൊട്ടുന്നു, ആൾക്കാർ ചേറിയിടൂ. ഐ ഹാവ് നോ ഐഡിയ ഞാനിത് എങ്ങനെ, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇതിൽ എന്താ ചെയ്യണ്ട. അപ്പൊ അതിന് ബാക്കി അഖില പറയാം, എന്റെ കൈ അഖില ആ വീഡിയോ എനിക്കിത് അയ്യോ ഇത്രോ നാള് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന മൊമെന്റിൽ എത്താന്ന് പറയും. നമ്മൾ ആ മൊമെന്റ് ഒന്നും ആലോചിക്കില്ലല്ലോ. വി വിൽ ജസ്റ്റ് എൻജോയ് ലൈക്ക് വാച്ചിങ് ഹെർ. എല്ലാവരും ചുറ്റും ശബ്ദം കേൾക്കണം, കൈയടിക്കും. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവള് ഫ്രണ്ടിലുണ്ട്, എല്ലാവരും ഉണ്ട്. ആക്ച്വലി വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, സോ എവരിബഡി നോസ് ദിസ് എക്സെപ്റ്റ് ഹെർ. അവളെ അറിയാൻ പോകുന്ന മൊമെന്റ് ആണ്. ആ മൊമെന്റിൽ എന്ത് ചിന്തിച്ചിരിക്കാൻ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഐ വാസ് ഇൻ ദ മൊമെന്റ്. യു ഇൻ ദ മൊമെന്റ്. ബട്ട് എനിക്ക് അതൊക്കെ ഇപ്പോഴും പറയാൻ പറ്റില്ല. എന്നിട്ട് പാവത്ത് മുട്ടുത്തിട്ട് ഒരു സത്യം പറഞ്ഞ 2-3 മിനിറ്റെങ്കിലും നിന്നുണ്ടാവും. കാരണം എനിക്ക് ഞാനിങ്ങനെ എനിക്ക് അവസാനം എനിക്കിത് ശീലമല്ലല്ലോ. നമുക്ക് എല്ലാരും ലൈഫിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന പരിപാടി നോക്ക് ഫിറ്റ് കാണാ. കാരണം എന്റെ ചെറുക്കന് എന്നെ റിങ്ങിന്റെ സൈസ് അറിയാം. കാരണം അതാണ് നമ്മളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴൊരു ഗുണം അല്ലേ? ഓക്കെ, നമ്മൾ വഴുതി പോകുന്ന ടോപ്പിക്കിന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് റിങ് ഇട്ടു. പിന്നെ ഞാൻ എന്നിട്ട് വീണ്ടും കാരണം എന്താണെന്നറിയോ, എനിക്ക് കുറച്ച് നേരം ഇതൊന്ന് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു സമയം എടുക്കാൻ നിൽക്കുമ്പോഴേക്കുമാണ് പിന്നെ കേക്ക് കട്ടിങ് വന്ന് എല്ലാവരും ഹഗ് ചെയ്യണു. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഓക്കെ എല്ലാവരും നമ്മൾ അതൊരു ഇതാക്കണം. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അവൻ നമുക്ക് നമ്മളിരുന്നൊരു സംസാരിക്കാനുള്ള മൊമെന്റ് എല്ലാവരും ഉണ്ടല്ലോ. ഇടയിൽ വേറെ സർപ്രൈസ്, വീട്ടുകാർ അച്ഛനും അമ്മയും കുഞ്ഞും കൂടി ഗിഫ്റ്റ്. അത് എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്റെ അമ്മ എനിക്ക് സ്വർണ്ണമാല തന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു മച്ചാ. ഓക്കെ, കുഞ്ഞു ആൻഡ് ഓൾസോ കുഞ്ഞു ഭയങ്കരമായിട്ട് ഇതിൽ കൂടെ നിന്നിട്ട് കുഞ്ഞു എല്ലാവരെയും കണ്ണിന് ഈറൻ നനഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. സോ ഇതായിരുന്നു എൻ്റെ ഒരു പ്രപ്പോസൽ എക്സ്പീരിയൻസ് ആൻഡ് മൈ റിയാക്ഷൻ ടു മൈ പ്രപ്പോസൽ വീഡിയോ. അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇറക്കുമ്പോഴെങ്കിലും എൻ്റെ എക്സൈറ്റ്മെന്റ് തീരുന്ന വിചാരിക്കണം. പക്ഷെ തീരാൻ പാടില്ല. വി ഹാവ് എ ലോങ് തിങ്സ് ടു ഡു. ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ 7 years ആയി നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ലോങ് ടേം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. വി വർ ലിവിങ് ടുഗെദർ. വി ആർ. പക്ഷെ കുറെ പേര് കമന്റ് ബോക്സിൽ ചോദിച്ചു, ഇവർ മാരീഡ് അല്ലേ? അല്ല, ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞു ഞങ്ങൾ ലിവിങ് ടുഗെദർ ആണെന്നുള്ളത്. പക്ഷെ ഇത് ആക്ച്വലി മാരേജോ ഇതൊന്നും അല്ല. നമ്മളെ ഫോർ എവർ ഒരു സാധനത്തിലേക്ക് ഓക്കെ നമ്മൾ ഇനി അങ്ങ് നമുക്കൊരു ഉറപ്പുണ്ടെന്നൊക്കെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉറപ്പായല്ലോ. ഞങ്ങൾക്ക് ഓൾറെഡി ഉറപ്പ് തന്നെയാണ്. ഞങ്ങൾക്കൊരു പേപ്പറിന്റെ പിന്നാലെ പോയിട്ടുള്ള പക്ഷേ ലൈക്ക് ഞാനൊരു മിനിറ്റ് ഓക്കെ ഞാനൊരു എന്താ പറയുക, എനിക്ക് കുറച്ച് ഡ്രാമ പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടണം. ഓവർ ഡ്രാമ എനിക്കിഷ്ടമില്ല, പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടം. സോ ഹി ആക്ച്വലി മെയ്ഡ് തിങ്സ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എനിക്ക് ജീവിതത്തിൽ ഞാൻ ഞാൻ അതിലോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു പ്രപ്പോസൽ സീൻ ആലോചിക്കുകയാണെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇല്ല. പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഡോക്യുമെന്റ് ചെയ്തത് യൂട്യൂബിൽ ഇടാനോ അത് വേണ്ടിയിട്ടില്ല. എൻ്റെ മെയിൻ സാധനം എന്താ വെച്ചാൽ ദ ഹോൾ ഐഡിയ ഓഫ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ ഓർ അവർ ടുഗദർനെസ് ഈസ് ദെയർ. അതായത് എനിക്ക് ഏറ്റവും വലുത് പുള്ളിക്കാരിയുടെ ഹാപ്പിനെസ് ആണ്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. സോ ആ ഒരു മൊമെന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വീഡിയോനല്ലാണ്ട് എവിടെയും കാണാൻ പറ്റില്ല എനിക്ക്. ദാറ്റ് ഈസ് വാട്ട് എനിക്ക് അതായത് ഇവരെന്തൊക്കെ ഞാൻ അറിയാണ്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് പിന്നെ കാണണ്ടേ. അപ്പൊ അതിനാണ് ആ വീഡിയോ.
ഓക്കെ. സോ ഇതൊക്കെ എന്താ പറയുക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടമായി, കുറേ പേര് വിഷസ് അയച്ചു. ആൻഡ് എൻ്റെ റീലിൻ്റെ അടിയിൽ തന്ന കമൻസിന് എല്ലാത്തിനും ഞാൻ കുത്തിരുന്ന് റിപ്ലൈ കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു താങ്ക് എവ്രിബഡി ഹു വിഷ്ഡ് നമ്മുടെ ആ ഒരു ഗ്രേറ്റ് മൊമെന്റിൽ അവരും അതിൽ ഹാപ്പി കൊള്ളാൻ. ഞാൻ ഐ റിയലി വോണ്ട് ടു കൺവേ ദാറ്റ് എന്താ പറയുക റിഗാർഡ്സ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് എവറിത്തിങ്. സോ ബേസിക്കലി അന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് മനസ്സിലായോ? ഗിഫ്റ്റ്സ് 5-6 ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഉള്ളൂ എങ്കിലും ഇറ്റ്സ് മൈ ഗിഫ്റ്റ്സ്. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് മൈ റിംഗ്. ഓക്കെ. സോ ദിസ് ഈസ് മൈ, ഞാൻ ഒരിക്കലും ഒരു ഗോൾഡ് പേഴ്സണോ ഡയമണ്ട് പേഴ്സണോ ഒന്നും അല്ല. പക്ഷെ ഈ ബർത്ത്ഡേ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സ്വർണ്ണമാലയും ഇതേപോലത്തെ ഈ ഡയമണ്ടും പണ്ടാറൊക്കെ ഞാൻ ഇടുന്നത്. ബട്ട് ഇറ്റ്സ് ലുക്സ് ഗുഡ് ഓൺ മൈ ഹാൻഡ്സ്. പറയുകയാണെങ്കിൽ ഞാൻ നെയിലൊക്കെ ചെയ്തരാം. എനിക്ക് നെയിൽ വളർത്താനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ അപ്പം നെയ്യൊക്കെ വിട്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ഇഷ്ടം. പിന്നെ കിട്ടിയതാണ് നമുക്ക് മാല. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും കുഞ്ഞും കൂടെ തന്ന മാല, ഇതും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇതിലിപ്പോൾ ഫേവറേറ്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് എടുത്ത് പറയാനില്ല. പക്ഷേ ഓർഡേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇത് അഖിലിന്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് വിക്ടോറിയ സീക്രട്ടിന്റെ പെർഫ്യൂം. ഇതിന്റെ കഥ ഞാൻ പറയാം. അമ്മനോട് പറഞ്ഞു പൂജയുടെ ബർത്ത്ഡേയിൽ എന്തെങ്കിലും എടുത്തു കൊടുക്കണ്ടേ. 28-29 വർഷമായിട്ട് എനിക്കിതൊരു ഒന്നും എടുത്തു തന്നിട്ടില്ല. പൂജക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എടുത്തു കൊടുത്തോളൂ. അപ്പൊ എന്താ എടുക്കുക എനിക്കൊന്നും അറിയില്ല, ഒരു കാര്യം ചെയ്യാം, നീ വായോ നമുക്ക് എന്തെങ്കിലും കൊണ്ട് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എനിക്കറിയില്ല എന്താ എടുക്കണേ, അവൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് ഇഷ്ടമല്ല. മറ്റേ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഇവളെന്താന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ കാശ് അയച്ചുതരാം. എന്നിട്ട് അമ്മ പൈസ ഇട്ടു. എന്നിട്ട് ആക്ച്വലി ഞാൻ തന്നെയാണ് എനിക്ക് സെലക്ട് ചെയ്തത്. എനിക്ക് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ അഖിലിൻ്റെ അമ്മ മീൻസ് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് എന്താ പറയുക ഇതാണ് ക്രീമും ബോഡി ക്രീമും പെർഫ്യൂമാണ്. പിന്നെ അത് മാത്രമല്ല ഈ റിങ്ങിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അഖിലിൻ്റെ അച്ഛനെ തന്നിട്ടുണ്ട്. അതിനും ഞാൻ ഇതൊക്കെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ബിക്കോസ് അത് അച്ഛനമ്മയും ചെയ്യില്ല എന്നുള്ളതല്ല. ബട്ട് സ്റ്റിൽ ഇവരൊക്കെ ഇത്രയും എന്നെ ഹാപ്പി ആക്കാനുള്ള ഒരു എഫേർട്ട് ഇടുമ്പോൾ ഐ ഫീൽ സോ ബ്ലെസ്ഡ്. ഓക്കെ. അപ്പം ഇതാണ് അഖിലിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഗിഫ്റ്റ്. പിന്നെ ഇത് ചേട്ടൻ്റെ ഗിഫ്റ്റ്, അഖിലിൻ്റെ ചേട്ടൻ്റെ ഗിഫ്റ്റ്. അഖിലിൻ്റെ ചേട്ടൻ്റെ ആദ്യത്തെ ഗിഫ്റ്റാണ്. ആൻഡ് ആ പാർട്ടിയിൽ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ തല്ലുണ്ടാക്കിയേക്കണത് അഖിലിനേട്ടാണ്. പിന്നീട് ഞാൻ അഖിൽ ചേട്ടനോട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ വാക്കുവാദങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഹെൽത്തി വാക്കുവാദങ്ങളാട്ടോ, അല്ലാണ്ട് നീ ആരടാ നീ അതല്ല ഉദ്ദേശിക്കണേ. അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ചേട്ടൻ സ്റ്റിൽ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും ചേട്ടനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ രാത്രി നട്ടപ്പാതിൽ 2 മണി നേരത്തൊക്കെ നമ്മൾ തുടക്ക കാലഘട്ടത്തിൽ റിലേഷൻഷിപ്പിൻ്റെ ആ സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ചേട്ടനൊക്കെ ഓടി വരും. ഈവൻ അന്ന് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ടൈമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓടി വരും, ഗൗരിയും കൂടെ ഉണ്ടാവും. ഇവൻ നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് റിലേഷൻഷിപ്പ് പോകെ നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആവും, നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ചേട്ടനും മനസ്സിലായി തുടങ്ങി ഓക്കെ ഇവർ വെറുതെ ഒരു പിള്ളക്കളി അല്ല, ഇവർക്ക് കുറച്ച് സീരിയസ്നെസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ബാക്ക് ടു. പക്ഷെ ആ പാർട്ടിയിൽ എൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ ഞാൻ സർപ്രൈസും കണ്ടു. ചേട്ടൻ അത്രയധികം ആ പാർട്ടി ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു, എല്ലാവരും ചേട്ടൻ ചിരിപ്പിച്ചു ഭയങ്കരമായിട്ട്. ഞാൻ കുറേ നേരം സംസാരിച്ചു ചേട്ടനായിട്ട്. ചൈൽഡ്ഹുഡ് തൊട്ട് ഞാനും ചേട്ടനും അങ്ങനെ അധികം സംസാരിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ ആക്ച്വലി ആർട്ടിനെ പറ്റി സിനിമ ഭ്രാന്തന്മാരാണ്. ഞങ്ങൾ സിഫർ ഫിലിംസ് ഒക്കെ കാണും. അതിനെ പറ്റിയിട്ടുള്ള മാത്രം കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളൂ. പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അധികം അങ്ങനെ ഷെയർ ചെയ്യാറൊന്നും. ബ്രദേഴ്സ് അങ്ങനെ അത്ര, ഞങ്ങൾ സിസ്റ്റേഴ്സ് അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ വാക്കാലോ ഒന്നും പറയാൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ്. സോ ആക്ച്വലി എനിക്കറിയാം ആ ബർത്ത്ഡേ പാർട്ടിയോടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എന്റെ ചേട്ടനാണ്, എനിക്ക് ഉറപ്പാണ്. പിന്നെ അത് മാത്രല്ല ഗൗരി ഉണ്ടായിരുന്നു, അരുവി ഉണ്ടായിരുന്നു. അരുവിയെ എന്നൊക്കെ വലിയ ഡ്രാമ. അപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല, ഞാനൊരു ഡ്രാമ ക്വീൻ. രസമായിരുന്നു അരുവി. ഈവൻ ദോ അരുവി അടക്കം നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു. കാരണം അരുവിയുടെ ഒന്ന് മൂഡ് മാറുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇപ്പൊ ഗൗരിക്കാണേലും അനുപിനാണേലും മീൻ ചേട്ടനാണേലും ഒരു നോക്കേണ്ട ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അരുവിക്കുട്ടിയും ഭയങ്കര അധികം എന്താ പറയാ കാമൻ ക്വയറ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം കുറച്ചൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൾ നന്നായി പെട്ടെന്ന് കിടന്നുറങ്ങി. ഒരു രസമായത്. ഓക്കെ. അപ്പോൾ അത് കമ്മിങ് ബാക്ക് ടു മൈ ഗിഫ്റ്റ്. ഓക്കെ. സോ ഇതാണ് ചേട്ടൻ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് വിത്ത് വാറണ്ടി കട കേട്ടോ. സോ ഇതാണ് ചേട്ടൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ ചേട്ടൻ ഇതൊരു ശീലമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ നല്ല സെലക്ഷൻ ഉണ്ട്. ചേട്ടന് ഗൗരിയുടെ ഗിഫ്റ്റാണ്. ചേട്ടൻ്റെ വൈഫാണ് ഗൗരി.
ഓക്കെ, സോ ഇത് എൻ്റെ കറക്റ്റ് ഫിറ്റ് എനിക്ക്, അതായത് പറഞ്ഞങ്ങ് അതൊന്ന് തുറന്നു കുറച്ച് ടൈറ്റ് അത്. ഓക്കെ, കറക്റ്റ് ഫിറ്റാണ് എൻ്റെ. എനിക്ക് ഇങ്ങനെ സമയം നോക്കുക, സമയം എത്രേ? ഓക്കെ, അപ്പം എൻ്റെ മിസ്റ്റേക്കാ. ഓക്കെ, സോ അത് ആ വാച്ച് അഖിൽ ഗിഫ്റ്റ് ചെയ്തെന്ന്, അപ്പോൾ ഈ വാച്ച് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊരു ശീലമാക്കണം എന്നാണ് എനിക്ക് ചേട്ടനോട് പറയാനുള്ളത്. ഓക്കെ, സോ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിനുവിൻ്റെ ഗിഫ്റ്റ്. സോ ഇത് ഞാൻ പൊതുവേ ഒരു കോഫി പേഴ്സൺ ആണ്. ഞാനിപ്പോൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കോഫി ഭയങ്കരമായിട്ട് കുടിക്കും. സോ എനിക്കിപ്പോൾ ഞാനൊരു പോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടല്ലോ എനിക്ക്, അപ്പോൾ ഞാനിപ്പോൾ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു കോഫിയൊക്കെ കുടിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഇതിപ്പോൾ നമുക്ക് കാറിൽ ഇരുന്നിട്ട് കുടിക്കാൻ പറ്റുന്ന, കാറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോഫി മഗ്ഗാണ്. ഇറ്റ്സ് വെരി ക്യൂട്ട്. അതിന് നമുക്ക് നല്ലൊരു ടൈറ്റ് ലിഡുണ്ട്, സോ ഇത് സ്പില്ലാവില്ല. ആൻഡ് ഇറ്റ്സ് വെരി ക്യൂട്ട് ഗിഫ്റ്റ്. താങ്ക് യു വിനു. ഓക്കെ, പിന്നെ ഞാൻ പറയണത്, ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ബുക്ക് വായിക്കാൻ ഒരു ബുക്ക് തുടങ്ങിയിട്ടില്ലെങ്കിലും ഞാനത് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. ഒറ്റ ദിവസം കൊണ്ട് ഞാനത് വായിച്ചു തീർത്തു. മറ്റേ രാത്രി 12 മണിക്ക് ശേഷം, മറ്റേ അഖിൽ ധർമ്മജൻ എന്നാണ് പേര് തോന്നുന്നത് റൈറ്ററിൻ്റെ. അപ്പോൾ ആളുടെ ബുക്ക് ഞാൻ വായിച്ചു തീർത്തു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, അതുകൊണ്ട് പെട്ടെന്ന് തീർത്തേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് സുമിത്ത് വാങ്ങി തന്ന അടുത്ത ഗിഫ്റ്റാണ് ഇക്കിഗായി. ഞാനിത് കുറേ ആൾക്കാർ വായിക്കുന്ന സ്റ്റോറി അത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു റീഡ് ദിസ്. അപ്പം അതുകൊണ്ട് എനിക്ക് സുമിത്ത് ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ്സ് വെരി തോട്ട്ഫുൾ ഗിഫ്റ്റ്. കാരണം ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞില്ല, അല്ലെങ്കിൽ സുമിത്ത് കാണുമ്പോൾ സുമിത്തിന് മനസ്സിലായി. ഇറ്റ്സ് വെരി തോട്ട്ഫുൾ ഗിഫ്റ്റ്. ഇതിനുള്ള എല്ലാ സാധനവും ഫോളോ ചെയ്യുകയാണെങ്കിൽ മൈ ലൈഫ് will be successful, but I don't know if I follow it or not, but I will definitely read Isn't your life already successful? Yeah, because you adu paraya, because nee ende koode undadale. Okay, ഇത് ഞാൻ ആക്ച്വലി എൻ്റെ ബാക്കി ഗിഫ്റ്റ്സ് ഒക്കെ എടുക്കുന്ന ഇടയിൽ എനിക്ക് കിട്ടിയൊരു എൻ്റെ അച്ഛനെൻ്റെ 1ാമത്തെ പിറന്നാളാണ്. ആണോ? അച്ഛനെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ ദുബായിലായിരുന്നല്ലോ. കാരണം ആ സമയത്ത് കുടുംബമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ അച്ഛന്മാരൊക്കെ ദുബായിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അവർക്കുണ്ടാവും കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കണം, ഭാര്യയുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പം എൻ്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന ഒരു ബർത്ത്ഡേ കാർഡാണ്. ഇത് ഞാൻ എപ്പോഴും സൂക്ഷിച്ചേക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ അത് വായിക്കാം. അച്ഛൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ആദ്യത്തെ ജന്മദിനം, എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അച്ഛൻ തന്ന കാർഡാണ്. ആദ്യത്തെ ജന്മദിനം. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും പൊന്നുമോൾക്ക് ഉണ്ടാവട്ടെ. പൊന്നുമോൾക്ക് അതുണ്ടാകും. എനിക്കുണ്ടായി അച്ഛ ഇതെല്ലാം സൗഭാഗ്യങ്ങളും. ഓക്കെ, അച്ഛൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ. എൻ്റെ അച്ഛൻ ദൂരമായിട്ട് പൊന്നുമോൾ എന്ന് വിളിക്കണേ. ഐ ലവ് യു അച്ഛ. 1000 ജന്മദിനാശംസകൾ, 1000 പൊന്നുമ്മയും. പൊന്നുമോളുടെ അച്ഛൻ കൃഷ്ണുണ്ണി. എന്നിട്ട് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബൈ ഡാഡി. ഡാഡി എന്നൊന്നും അച്ഛൻ പറയാറില്ല, പക്ഷെ എന്നിട്ട് അച്ഛൻ്റെ എൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അച്ഛൻ തന്നിട്ട് 1ാമത്തെ ബർത്ത്ഡേക്ക് തന്ന കാർഡാണ്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. ഈവൻ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചേക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കിട്ടിയപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് ചുട്ടൻ എന്ന് പറയണത് അക്ഷയ് എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. അതായത് വീട്ടിൽ അച്ചുട്ടാന്ന് വിളിക്കുക. പിന്നെ അത് സ്കൂൾ, അവൻ എൻ്റെ സീനിയർ ആയിരുന്നു. അതായത് ഞാൻ +1 പഠിക്കുമ്പോൾ അവൻ +2-ലായിരുന്നു. സോ എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഇടയ്ക്ക് ഫ്ലാറ്റുകളൊക്കെ വരും, നമ്മളെല്ലാം കമ്പനിക്കാരാണ്. അപ്പോൾ അവനാണ് എനിക്ക് ഈ ഒരു ബാഗ് തന്നത്. സോ ചുട്ടന്റെ എനിക്ക് ഇങ്ങനത്തെ കളർ ബാഗ് എല്ലാത്തിനും ഈ ബ്ലാക്കിന്റെ കൂടെ ഒക്കെ പോകും. ഇതിങ്ങനെ നല്ല ഫാഷൻ സ്റ്റേറ്റ്മെന്റ്. ഈവൻ ദോ ഞാൻ അങ്ങനെ വലിയ ഫാഷൻ ഫ്രീക്ക് ഒന്നും അല്ലെങ്കിലും ഇതെന്റെ പിങ്ക് പോഡ്കാസ്റ്റ് ടീമിന്റെ വക കിട്ടിയ ഒരു ഹാൻഡ് ബാഗാണ്. എൻ്റെ അടുത്ത് എപ്പോഴും പിങ്ക് പോഡ്കാസ്റ്റ് അനന്തവരൊക്കെ പറയും, നീ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ് ഇട്ട് വാ, നീ ഇങ്ങനെ ഡെയിലി ഇട്ട സാധനം ഇടല്ലേ, നീയോ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യണല്ലേ. അപ്പം ഞാൻ എനിക്ക് മടിയാണോ എന്നൊക്കെ പറയും. അപ്പം എനിക്ക് തോന്നുന്നു അവർ ഇതുകൂടെ ഒരു ജസ്റ്ററാണ് ഉദ്ദേശിച്ചത്. ഇനി ഇതിന് മാച്ച് ആയിട്ടുള്ള നല്ല നല്ല എന്തെങ്കിലും ഇട്ടിട്ട് വായോന്ന് ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ, സോ ഇത് നല്ലൊരു ബാഗാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ബാഗും കൂടെയാണ്. ഓക്കെ, സോ ഇനി വേറെ ഇനി നമ്മുടെ വിജിത വിക്രമൻ
വിജിത വിക്രമന്റെ ഗിഫ്റ്റ് ആയിരുന്നു ഇത്. സോ ബേസിക്കലി ഈ ഗിഫ്റ്റ് തുറക്കുമ്പോ ഞാനിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അഖിലിന്റെ ഫേസിക്കാണ് തുറന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ബാക്കി ആദ്യം ഞാൻ ആ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഫോട്ടോസ് ആയിരിക്കും ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ ഇതൊരു കാരിക്കേച്ചറാണ്. എന്താ പറയാ, ഇത് അഖിലിത് ഞാന് ബേസിക്കലി ഇത് ഞാനാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് അഖിലാന്ന് പറഞ്ഞപ്പോ ഞാനാണ് ഇവരെ പറഞ്ഞ സമാധാനിപ്പിച്ചത്. കറക്റ്റ് ആ പെട്ടത്തലയൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് ഏത് ഫിറ്റ്സ് അല്ലാണ്ട് എനിക്ക് ഇത്ര പെട്ടത്തലയില്ലേ? പെട്ടത്തലുണ്ട്, എല്ലാം മുടി വെച്ച് മറച്ചേക്കാം. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് ശരിയാവും. ഇങ്ങനെ ചിരിക്കണം, ഇങ്ങനെ ചിരിക്കണം. എനിക്ക് മനസ്സിലാവുന്നത് എന്ത് ചിരിയാണെന്ന്. ഓക്കെ, സോ വിജിത വിക്രമൻ, താങ്ക് യു സോ മച്ച്. പിന്നെ വിജിത്തേട്ടന്റെ ശിബില ചേച്ചിയുടെ ഗിഫ്റ്റ് എനിക്ക് ഉടനെ തന്നെ എത്തും. അവർ ഓർഡർ ചെയ്തേക്കാണ്. അത് നിന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് വിജിത്തേട്ടന്റെ ശിബില ചേച്ചി. അപ്പൊ അത് എത്താൻ കുറച്ച് ലേറ്റ് ആകും. പിന്നെ നമുക്ക് ഇവിടെ അടുത്തുള്ളത് അപ്പൊ വേണമെങ്കിൽ പോയി എനിക്ക് വാങ്ങാം. ഓക്കെ, പിന്നെയുള്ള ഗിഫ്റ്റ് ഇത് സൂര്യയുടെ ഗിഫ്റ്റ്. ഞാനിപ്പോ ഇട്ട ഡ്രസ്സ് ആ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സേ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവും, കൈ വേറെയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സുഖമാണ്. ഇവന് പുതിയ ഡ്രസ്സ് വീട്ടിലിട്ട് നടക്കും. അത് എത്ര പേര് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. ഞാൻ ഒരിക്കലും അതിനെ എന്റർടൈൻ നിൽക്കില്ല. പുതിയ ഡ്രസ്സ് പുറത്തു പോകുമ്പോ പഴയ ഡ്രസ്സ് വീട്ടിലിടുമ്പോ അങ്ങനെയാണ് ശീലിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഡ്രസ്സ് സൂര്യ തന്നതാണ്. പിന്നെ സൂര്യ ഈ ഡ്രസ്സ് തന്നത് എന്റെ ബർത്ത്ഡേയുടെ അന്നല്ല. അവൻ കൊണ്ടുവന്നിട്ട് തല മറന്നു പോയിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഒരു സോറി ഞാൻ മറന്നു പോയിട്ട് എന്റെ കാറിൽ വെച്ചെന്നൊക്കെ പറഞ്ഞു. അതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. പിന്നെ ഒന്നുമില്ലല്ലോ, എല്ലാം ആയില്ലേ. സോ ഇത്ര കുഞ്ഞു ഗിഫ്റ്റ്സ് ഒക്കെയാണ്. പക്ഷെ ഇത് കുഞ്ഞിതല്ല. എന്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാതെ ഞാൻ ചെറിഷ് ചെയ്യുന്ന വലിയ ഗിഫ്റ്റ്സ് ആണ് എനിക്ക് കിട്ടിയേക്കണം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഒബ്വിയസ്ലി എൻ്റെ അഖിലാണ്. ആൻഡ് ഐ ലവ് യു സോ മച്ച്. ഐ വിൽ മാരി യു ഫോർ ഷുവർ. സോ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും. സോ ഞാൻ ഇനി വ്ളോഗിലേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് കടക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങളുടെ എന്താ പറയാ, എന്തൊക്കെയാണ് ഞങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഡു കമന്റ് ആൻഡ് ഓൾ. തെറി വിളിക്കാം. ആൻഡ് ഐ ഡോണ്ട് കെയർ. ഇപ്പൊ ഞാൻ എന്റെ പ്രപ്പോസൽ വീഡിയോന്റെ അടിയിലൊക്കെ അതുകൊണ്ടാണ് അത് ഓഫ്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൺ, അല്ലെങ്കിൽ അത് ഓഫ് ആക്കി വെക്കും. ഓൺ ആക്കി വെച്ചിട്ട് അതിൽ നിങ്ങൾ തെറി വിളിച്ചോണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല. ദാറ്റ് ഈസ് ഇൻ മൈ കൺട്രോൾ ഒബ്വിയസ്ലി. അപ്പോൾ എന്റെ കൺട്രോളാണ് നിങ്ങൾ തെറി വിളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വിളിച്ചു ഞാൻ ഇതിന്റെ ഇടയിൽ ആരൊക്കെയോ പറഞ്ഞു പിന്നെ ഇതൊക്കെ എന്ത് വലിയ കാര്യം, നിങ്ങൾക്കൊന്നും അച്ഛനും അമ്മയില്ലേ നന്ദയ കമന്റ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാരമില്ല, അവരുടെ ലൈഫ് ഇതൊന്നും നടക്കൂലല്ലോ. അപ്പൊ എന്തേലൊക്കെ പറയണ്ടേ. ഓ ഇവനാണ് ഇങ്ങോട്ട് പറഞ്ഞത് തിരിച്ച് കമന്റ് ചെയ്തിട്ട് ബേബി തിരിച്ച് കമന്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു നോ നെവർ. അത് കേട്ടോ ഇപ്പൊ ഇതിന് എന്ത് ഡീസന്റ്. ഈ വരുന്ന വ്ളോഗിൽ ഞാൻ അഖിലിന്റെ ഒറിജിനൽ സ്വഭാവം കാണിച്ചു തരാം. പറ്റില്ല, ഞാൻ ക്യാമറ കോൺഷ്യസ് ആണ്. നിങ്ങളും നല്ല സത്യം പറഞ്ഞു. Okay, so that's it for today. So do like, share, subscribe to our content and press the bell icon. So this is me Pooja and Akhil signing off for today's video. ബാക്കി ഞങ്ങൾ പിന്നെ അടുത്ത വ്ളോഗിൽ വന്ന് പറയാം. Till then, bye. കട്ട് ചെയ്യാനേ ഇല്ല അധികം.